ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാ ചേച്ചി, അവരെ കണ്ടാലറിയ ഒരു ഫ്രോഡാന്ന്. കൺസീവ് ആയതും കുഞ്ഞുണ്ടായതും ഒക്കെ അവര് മറച്ചു വെച്ചതാ. സുധീരനെ വീട്ടുകാരെയും ചതിക്കുമായിരുന്നു അവര്. ദേവു, നീ ഇതാരോടും പറയല്ലേ? എല്ലാവരോടും പറയണം ചേച്ചി. ശരിക്കും അവരാരാണെന്ന് എല്ലാവരും അറിയട്ടെ. അവരുടെ കള്ളക്കഥ പൊളിയട്ടെ. വേണ്ട ദേവു, ഇപ്പൊ ആരോടും പറയണ്ട. ഞാൻ പറഞ്ഞ നീ കേക്കില്ലേ? പറഞ്ഞത് വലിയ പ്രശ്നവും. അമ്മയോട് പോലും നീ ഇത് പറയല്ലേ? ശരി ചേച്ചി, കള്ളം പറഞ്ഞൊന്നും അല്ല ചേച്ചി. ശ്രുതി ചേച്ചി പറയാത്തതും റെക്കോർഡിൽ ഇല്ലാത്തതും സിസ്റ്റർ പറയില്ല. ശ്രുതി ചേച്ചി ഇതിനു മുൻപ് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ കുഞ്ഞുണ്ടാവാൻ വൈകുന്നതുകൊണ്ട് അവർ ഡോക്ടറെ കാണുന്നത്. അതെനിക്ക് ഉറപ്പാ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ഇപ്പൊ ഇടിച്ചാല് ചേട്ടാ ക്ഷമിക്ക്. ഇങ്ങോട്ട് വന്ന് ഇടിച്ചാല് കുറ്റം ഞങ്ങൾക്കാ. ഇടത് സൈഡ് കൂടെ അല്ലേ പോണ്ട, റോങ് സൈഡാണ് കയറി വരുന്നത്. ശ്രദ്ധിച്ച് നോക്കി ഓടിക്കും. സത്യവ ചേച്ചി, അവരെ കണ്ടാലറിയ ഒരു ഫ്രോഡാന്ന്. കൺസീവ് ആയതും കുഞ്ഞുണ്ടായതും ഒക്കെ അവര് മറച്ചു വെച്ചതാ. സുധീരനെ വീട്ടുകാരെയും ചതിക്കുമായിരുന്നു അവര്. സാർ സാർ ധൈര്യമായിട്ടിരിക്കെ, പേടിക്കണ്ട. ഞാൻ അടുത്തതിനുണ്ട്. ഒരു 5 മിനിറ്റ് അവിടെ എത്തും. ഇത് ആദ്യത്തെ പ്രസവമാണ് സാർ, അതോ രണ്ടാമത്തെ പ്രസവം? പ്രസവം? ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വിളിക്കുന്നതാ. പറയൂ സാർ. ആദ്യത്തെ പ്രസവമാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാം. 1 രൂപ തരണ്ട. രണ്ടാമത്തെ പ്രസവമാണെങ്കിൽ നിങ്ങളെ കൊണ്ട് തരാൻ പറ്റുന്ന എന്തെങ്കിലും തരിക. ചിലര് 3, 4, 5 ഒക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഓടാൻ പറ്റില്ല സാർ. എനിക്ക് വരി വാങ്ങിക്കണ്ടേ? ഞാൻ പെട്ടെന്ന് വരാം സാർ. ഓക്കെ, രവി, അവര് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ പോയിട്ട് വരാം. ഇത് ആദ്യത്തെ പ്രസവമാണോ അതോ രണ്ടാമത്തെ പ്രസവമാണോ? രണ്ടാമത്തെ പ്രസവം എന്നാ പറഞ്ഞേ. അപ്പോ ആദ്യത്തെ പ്രസവം നടന്നത് എപ്പോഴായിരിക്കും? അത് ഞാനിങ്ങനെ അറിയാനാ. ഇനി ആ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ വേണമെന്ന് പറയാം. അല്ലെ ഓരോരോ ചോദ്യങ്ങളെ. രണ്ടാമത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കുഞ്ഞിനെ ജന്മം നൽകി കാണുമല്ലോ അല്ലെ? എന്താ നിനക്ക് പറ്റിയ? എനിക്ക് പകരം നീ എന്തെങ്കിലും മാറി കയറിയോ? അല്ല, എത്ര അടിച്ചു? അപ്പൊ ഒരു കുഞ്ഞുണ്ട്. ബെസ്റ്റ്. നിന്നോട് സംസാരിക്കാൻ നിന്നാലേ ആ സ്ത്രീ അവരുടെ വീട്ടിൽ തന്നെ പ്രസവിക്കും. ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരില്ല. രേവതി, എന്താടി ഞാൻ കടുകുമണിയാണോ? ആണോ? ആണോന്നോ? ഇത്ര വലിയ രൂപം മുന്നിൽ നിന്നിട്ട് നീ കാണുന്നില്ലേ? അതോ കാണാത്ത പോലെ അങ്ങ് തോന്നുവാണോ? അമ്മ തോന്നു വരാൻ ഞാൻ എവിടേക്കെങ്കിലും പോയോ? നീയെല്ലാം വെളിയിലേക്ക് പോയി നാട് ചുറ്റി കറങ്ങി വന്നത്. പുറത്തെ വെയിലടിച്ച് നിന്റെ തല ചൂടായോ? ഞാൻ നാട് ചുറ്റാൻ പോയതല്ല അമ്മേ, പൂ എടുക്കാൻ പോയതാ. പൂ കൊടുക്കാൻ ഇത്രയും സമയം? പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു? എന്നിട്ട് വരുന്നതോ? ഇവിടുത്തെ ജോലിയൊക്കെ ആരെടുക്കൂടി? ഞാൻ എന്ത് ചെയ്യണമേ? പെട്ടെന്ന് പോയി ടീ എടുത്തിട്ട് വാ. രേവതി, എന്താ അമ്മ? നീ എന്തായി കാണിക്കുന്നേ? അമ്മയല്ലേ പറഞ്ഞ ടി വി വെക്കാൻ? ടി വി വെക്കാനാണോ പറഞ്ഞത്? ടീ എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞേ? അയ്യോ, ഞാൻ കേട്ടത് ടി വി വെക്കാന്നോ. നീ ഏത് ലോകത്താ? പറഞ്ഞൊന്നല്ലല്ലോ കേൾക്കുന്നത്. അല്ലമ്മേ, ഞാൻ അങ്ങനെ കേട്ടത്. നീ അങ്ങനെയൊക്കെ കേൾക്കും. പോയി ചെവിയിൽ എണ്ണ ഒഴിക്കും. എന്താടി നോക്കുന്നേ? പോയി ടീ എടുത്തിട്ട് വാടി. ഇവക്ക് എന്താ പറ്റിയേ? സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രുതി. ആന്റിയോട് പറയാം. അമ്മേ അമ്മേ അമ്മേ, എന്താടാ? എന്താ കാര്യം? ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാ. അമ്മയ്ക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്ത് ഗുഡ് ന്യൂസ്? ആന്റി അത് സ്വീറ്റ്സ് കഴിക്കേ. എടുക്കമ്മേ. രണ്ടുപേരുടെ മുഖത്ത് സന്തോഷം പൂത്ത് വിടരുകയാണല്ലോ. ആ ഗുഡ് ന്യൂസ് ഒന്ന് പറയടാ. പറയാമേ. അമ്മ ആദ്യം സ്വീറ്റ്സ് ഒന്ന് കഴിക്ക്. ഞാൻ പറയാം. കഴിക്ക്. ഇന്ന് അത്രയ്ക്ക് സന്തോഷമുള്ള ദിവസം. മതി, എന്താ സന്തോഷം എന്ന് പറ. അമ്മേ, ഇന്നൊന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസം അമ്മേ. ഇനി നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഗുഡ് ന്യൂസ് ഞാൻ അങ്ങോട്ട് പറയട്ടെ. ശ്രുതിയുടെ മുഖത്ത് അത് തെളിഞ്ഞു കാണുന്നുണ്ട്. നിനക്ക് വിശേഷം ഉണ്ടല്ലേ ശ്രുതി? നീ പ്രഗ്നന്റ് അല്ലേ? ആന്റി, ഞാൻ പ്രഗ്നന്റ് ഒന്നുമല്ല. ആന്റി ഊഹിച്ചോരോന്നിങ്ങനെ പറയല്ലേ. അതല്ലെങ്കിൽ പിന്നെ ഇത്ര സന്തോഷിക്കാൻ മാത്രം വേറെ എന്താ ഉള്ളത്? അതമ്മേ, എന്റെ കടയിലെ വിശേഷം. ഇന്നൊറ്റയടിക്ക് 20ഓളം ടിവികൾ വിറ്റുപോയമ്മേ. 20 ടിവിയോ? അതെ അതെ, ഒരു കോർപ്പറേറ്റ് കമ്പനി എന്നുള്ള ഓർഡറാ. ഓ, ഇതിലെന്താ ഇത്ര സന്തോഷിക്കാനുള്ള? അമ്മേ, എനിക്കതിന് നല്ല പ്രോഫിറ്റ് കിട്ടിയില്ലേ? പ്രോഫിറ്റ്? നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോ ഞാൻ കരുതി നിങ്ങൾ അച്ഛനും അമ്മയും ആവാൻ പോവാന്ന്. അതല്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല ശ്രുതി. പെട്ടെന്ന് തന്നെ അത് വേണം. അമ്മയാവൻ നിനക്ക് ആഗ്രഹമില്ലേ? ആന്റി, അത് നിനക്ക് അച്ഛനാവൻ ആഗ്രഹമില്ലേ? അതൊക്കെ നടക്കും അമ്മേ. അമ്മേ, ഒറ്റയടിക്ക് 20 ടിവി വിറ്റത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേ? അതിന് കാരണം എന്റെ ഈ കവചമാണ്. കവചം. കവചോ? അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എന്റെ കവചം. അമ്മേ, ജ്യോത്സ്യം പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ കളർ ഷർട്ട് ഇടാൻ തുടങ്ങിയത് മുതല് എനിക്ക് നല്ല കാലം തുടങ്ങി. എന്റെ ടൈം വർക്കൗട്ടായമ്മേ. ഇങ്ങനെയാണെങ്കിൽ നീ എന്റെ മുന്നിൽ വരുമ്പോ ഒറിജിനൽ കവചം ഇടേണ്ടി വരും. ഓ, അമ്മയുടെ ഒരു തമാശ. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇങ്ങനെ വാ. ഇതാ സുധി. അമ്മേ, ചായ അവിടെ വെക്ക്. രേവതി, സ്വീറ്റ്സ് എടുക്ക്. അല്ല, എന്താ രേവതി ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. ആ ചായ എടുത്ത്. രേവതി, ഞങ്ങളുടെ ഷോറൂമിലെ ഇന്ന് നല്ല സെയിൽ നടന്നു. അതിന്റെ സന്തോഷത്തിലാ ഞങ്ങള്. സ്വീറ്റ്സ് എടുക്ക്. എന്താടി ഇത്? എന്താ അമ്മ? നിന്നോട് ഞാൻ ചായയല്ലേ ചോദിച്ചേ? ചായ തന്നെയാണല്ലോ അത്. ചായയോ? ഇത് കോഫിയാ. അയ്യോ, ഞാൻ ചായ എല്ലാം ഉണ്ടാക്കി. എന്തിനാടി കള്ളം പറയുന്നേ? ശ്രുതി, ഇത് കുടിച്ചു നോക്കി. അയ്യോ ശ്രുതി, അരുത്. അമ്മ അത് കഴിച്ചിരുന്നു. അമ്മയുടെ എച്ചിലേത്. നീ അത് കഴിക്കാൻ പാടില്ല. എന്താണ് നീ പറഞ്ഞേ? ഞാൻ എന്താ തൊട്ടുകൂടാത്തവളോ? അല്ലമ്മേ, പൂജാരി. വീട് ആന്റി, ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. ആന്റി കള്ളം പറഞ്ഞല്ല, ഇത് കോഫിയാ. കേട്ടില്ലേടി ഇവള് പറഞ്ഞത്? ടീ ചോദിച്ചപ്പോ TV ഓണാക്കുന്നു, ടീക്ക് പകരം കോഫി തരുന്നു. എന്നിട്ട് ടീ ആണെന്ന് എന്റെ കണ്ട നിനക്ക് എന്താടി തോന്നുന്നേ? എടി, നീ ഇതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നല്ലേ? നിന്നോടാ ചോദിച്ചേ. എന്റെ അമ്മ, ഞാനിത് കരുതി കൂട്ടി ചെയ്തൊന്നുമല്ല. നീ ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നു. അല്ല, നീ എന്താ എന്നെ തന്നെ നോക്കുന്നത്? നിന്റെ മനസ്സ് എവിടെയാ? നിന്റെ വീട്ടിലാണോ? എന്താടി നിനക്ക് പറ്റിയേ? നിന്റെ തലയ്ക്ക് എന്താ അടി കിട്ടിയോ? എന്റെ അമ്മ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഒന്നും എടുത്തിട്ട് വരണ്ട. ചായക്ക് പകരം ചിലപ്പോ കാടിവെള്ളം കൊണ്ടുവരും. നിന്റെ തലക്കല്ല ഇളകി കിടക്കാന്നോ തോന്നുന്നേ? ശ്രുതി, ഞാൻ പോയി എന്റെ കവചം ഒന്ന് മാറ്റിയിട്ട് വരട്ടെ. ഈശ്വരാ സ്വാമി. എടുത്തി രേവതി,
ചേച്ചി അച്ഛാ എഴുന്നേക്ക് അച്ഛാ. എന്താ അച്ഛാ എന്താണ് എന്ത് പ്രശ്നം നടന്നാലും എന്നോട് ഫോൺ ചെയ്ത് പറയാറുള്ളതല്ലേ? ഇക്കാര്യം മാത്രം എന്താ എന്നോട് പറയാതിരുന്നെ? ഞാൻ എന്താ പറയാതിരുന്ന? അയ്യോ, ശ്രുതിയുടെ കാര്യമായിരിക്കോ? ചേച്ചി എന്താ ഒന്നും മിണ്ടാത്ത? അപ്പൊ സച്ചേട്ടൻ ചെയ്തെന്നും ചേച്ചി അറിഞ്ഞില്ലേ? അപ്പൊ ആ വിഷയമല്ല. സച്ചേട്ടൻ എന്താ ചെയ്ത? എന്താ ചെയ്തേന്നോ? എന്റെ ചേച്ചി അവനെന്ത് ചെയ്യാനാ? ബാറി കയറി വെള്ളം അടിച്ച് ആരെങ്കിലും തല്ലിക്കാണും. അത് തന്നെ. ഒന്നും മിണ്ടാതിരിക്കാതെ. എന്താ നടന്നതെന്ന് അറിയില്ല. അതിനു മുമ്പ് അങ്ങോട്ട് കയറി തീരുമാനിക്കുക. നീ പറയണേ. വർഷ പറയുന്ന കേട്ടാ തോന്നും അവനെന്തോ വലിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചെന്ന്. അച്ഛാ അമ്മ പറയുന്നതാണ് ശരി. അവൻ എന്തെങ്കിലും കുടിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടായി കാണും. അല്ലാതെ അവനെന്ത് വേറെ ചെയ്യാൻ? ഓ, നീ മാസത്തിൽ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തി കുറെ അവാർഡൊക്കെ വാങ്ങുന്ന വലിയ ശാസ്ത്രജ്ഞനാണല്ലോ അല്ലെ? എന്നോടൊന്നും പറയിപ്പിക്കരുതോ. എടോ വിഷയം എന്താണെന്ന് പറഞ്ഞിട്ട് നീ വായോ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാം അവിടെ. ശ്രീകാന്ത് നീ പറയാനുള്ള വിഷയം എന്ന് വെച്ചാൽ പറയണം. അച്ഛാ ഇന്ന് സച്ചേട്ടനാ ട്രെൻഡിങ്. സച്ചേട്ടൻ എന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്തേ? എന്റെ അച്ഛൻ സച്ചേട്ടൻ അച്ഛാ സച്ചി വേറെന്താ മാലയൊക്കെ ദേവര അയ്യോ സച്ചേട്ടാ എന്താ എങ്ങനെയുണ്ട്? എന്തായിരുന്നു മാലയൊക്കെ ഇട്ടിട്ട്? ആരും ഇവളോട് ഇപ്പൊ പൂവൊന്നും വാങ്ങുന്നില്ലല്ലോ. കച്ചവടവും ഇല്ല. വാങ്ങിക്കാതെ വണ്ടിയുടെ ബോക്സിൽ കിടന്ന മാല ഇവൻ എടുത്തിട്ടതായിരിക്കും. ഒന്ന് അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കായിരുന്നില്ലേ? ഞാൻ വണ്ടിയുടെ ബോക്സിൽ നിന്ന് മാല എടുത്തിരുന്നത് നിങ്ങളുണ്ടോ? ഇവിടെ നിന്ന് പൂ വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂവാ. നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ഇവക്കിട്ട് കുത്തു കൊടുക്കാൻ വേണ്ടി അവസരം നോക്കിയിരിക്കുക. സച്ചേട്ടാ അത് വിട്. സച്ചേട്ടൻ എന്തിനാ മാലയൊക്കെ കഴുത്തിലിട്ടിരിക്കുന്നത്? ഞാനിട്ടതല്ല, കുറെ പേര് ചേർന്നിട്ടതാ. അതൊക്കെ ഞാൻ പറയാം. നീ ആദ്യം ഈ ലഡു കഴിച്ച് എടുക്ക്. ലഡു ചോറുണ്ടെന്നുള്ള ഓർമ്മയാണേ. ചെറിയ പൈസ കഴിച്ചാൽ മതി. അല്ല നീ നല്ല സന്തോഷത്തിലാണല്ലോ. കാര്യം എന്താ പറയടാ? അതൊക്കെ ഞാൻ പറയാം. അതെ വിഷയം എന്താന്ന് ഞങ്ങൾക്ക് അറിയാം അങ്കിൾ. അത് ഞാനത് പറഞ്ഞില്ലല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ അറിയും? സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. അമ്മ എടുത്തില്ല. എനിക്ക് അപ്പോഴേക്ക് തയ്യാറല്ലായ. ഞാൻ എടുത്തില്ല. ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടല്ലോ. അപ്പൊ ഞാൻ എടുക്കാം. രണ്ടെണ്ണം എടുത്ത് മോശം ശരിക്കും കൊടുത്തില്ല. അപ്പൊ മൂന്നെണ്ണം അയച്ചോടോ. മൂന്നായിട്ട് എടുത്തില്ലെങ്കിൽ മുടിഞ്ഞു പോകുന്ന കൈക്ക്. സച്ചിൻ എന്നാ ആലോചിക്കുന്നേ? അല്ല ഞാൻ എന്ത് ചെയ്താലും പെട്ടെന്ന് എല്ലാവരും അറിയുന്നേ. എന്ത് ചെയ്യാനാ? അതിനിടയിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്നോ? അല്ല ഇപ്പൊ അങ്ങനെയാണല്ലോ. എന്ത് വന്നാലും ആളുകൾ പറഞ്ഞല്ല എല്ലാവരും അറിയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ. അതിനിടയിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്നോ? അല്ല ഇപ്പൊ അങ്ങനെയാണല്ലോ. എന്ത് വന്നാലും ആളുകൾ പറഞ്ഞല്ല എല്ലാവരും അറിയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ. ഏട്ടൻ ചെയ്ത വളരെ നല്ല കാര്യം. അല്ല ഇവരെന്ത് നല്ല കാര്യം ചെയ്തെന്ന് പറയട്ടെ ആദ്യം. നീ പറയടാ. അതെ അച്ഛാ ഞാൻ തന്നെ പറയാം. ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വഴി ഒരു പെണ്ണ് എന്റെ കാറിൽ പ്രസവിച്ചു. ഇവൻ എന്തൊരു മണ്ടനം. പെണ്ണല്ലാതെ പിന്നെ പ്രസവിക്കൂ? പ്രസവിക്കും. നീ പ്രസവിക്കും. നീ ആണല്ലോ അച്ഛാ. അല്ലെങ്കിൽ ഇവന്റെ വണ്ടിയിൽ എങ്ങനെയാ പ്രസവിക്കാതിരിക്കുന്നത്? ഇവന് നേരാ വേണം കാർ ഓടിക്കാൻ അറിയൂ. എന്റെ അഭിപ്രായത്തില് ഇവന്റെ കാറിൽ ഗർഭിണിയാവൊന്നും കയറരുത്. കുഴിയുള്ള റോഡിൽ കൂടെ ഒക്കെ വേഗത്തിൽ കാർ ഓടിച്ചു കാണും. അതുകൊണ്ടായിരിക്കും ആ സ്ത്രീ പ്രസവിച്ചത്. അതെ ഇതൊക്കെ വലിയ കുറ്റമാണ് അച്ഛാ. പോലീസ് ഇവന്റെ പേരിൽ കേസെടുത്ത് കാണും അല്ലേ? ജാമ്യം കിട്ടിയ സന്തോഷത്തിൽ കൂട്ടുകാർ പൂമാലയിട്ട് സ്വീകരിച്ചായിരിക്കും. അച്ഛാ ഞാൻ ഇവരെന്താ വേണ്ടത്? ഒന്നും വേണ്ട. നീ മിണ്ടായിരുന്നേ. നീ നടന്ന കാര്യം വെച്ചാ പറഞ്ഞേ. അച്ഛാ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി കാറ് വെച്ച പെണ്ണിന് പെട്ടെന്ന് വേദന വന്നു. ഹോസ്പിറ്റലിലേക്ക് കുറച്ചുകൂടെ ദൂരമുണ്ട്. അപ്പൊ എത്തില്ലാന്ന് എനിക്ക് മനസ്സിലായി. അത് റിസ്ക് ആണ്. അപ്പൊ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി എനിക്കറിയാം. വൈറ്റാട്ടി നീ പറയടാ. അവര് പ്രസവം എടുക്കാറുണ്ട്. ഞാൻ വേഗം കാറ് മാർക്കറ്റിലേക്ക് വിട്ടു. ഞാൻ ചേച്ചിയുടെ മുന്നിൽ കാറ് എത്തി കാര്യം പറഞ്ഞു. പെട്ടെന്ന് കാറിന് ചുറ്റും ഒരു തുണി ചുറ്റാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തുണിയിട്ട് അവര് ചൂടുകൂടെ എടുത്തു വന്നു. എനിക്ക് ആകെ ടെൻഷനായി. അപ്പൊ എന്റെ കാലും കൈയൊക്കെ വിറച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്താടാ? നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ എന്റെ ഹാർട്ട് ബീറ്റ് കൂടുവാ. കണ്ടോ നീ പറ. ബാക്കി പറ. എന്നിട്ട് എന്താ സംഭവിച്ചേ? എന്നിട്ട് അച്ഛൻ അവിടെ പ്രസവിച്ചാ സുഖപ്രസവം കാറിലോ? ഏതി ഞാൻ നിന്നോട് ഈ പറയുന്നേ. അപ്പൊ നീ ആണെങ്കിൽ വേറല്ലോ. എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടേ. ഉറപ്പായിട്ടും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശ്രുതി രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ടാ ഹോസ്പിറ്റലിൽ പോയത്. ഇത് എന്താ ചേച്ചി പറയുന്നേ? രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയോ? നീ കളിക്കല്ലേ. ഇത് വേറെ പ്രശ്നം പോലല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുടുംബത്തിൽ വെറുതെ കലമുണ്ടാക്കല്ലേ. ഞാൻ പറഞ്ഞത് സത്യമാ ശ്രീകാന്ത്. ആളിലാട്ടത്തിൽ ഒരു ഫ്രോഡാണെന്ന സിഗ്നൽ എനിക്ക് മുന്നേ കിട്ടിയിരുന്നതാ. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല.